തിരുവല്ലയിലെ വികസന തുടർച്ചയ്ക്ക് ജനം തന്നെ വിജയിപ്പിക്കുമെന്ന ഇടതുമുന്നണി സ്ഥാനാർത്ഥി മാത്യു ടി തോമസ് ന്യൂസ് 18നോട്. എന്നാൽ 20 വർഷത്തെ വികസന മുരടിപ്പിന് ജനം തിരിച്ചടി നൽകുമെന്ന് UDF സ്ഥാനാർത്ഥി വർഗീസ് മാമൻ തിരിച്ചടിച്ചു. മോദിയെ ഉൾപ്പെടെ കൊണ്ടുവന്ന് പ്രചാരണം നടത്താനായത് തന്റെ വിജയം ഉറപ്പിക്കുന്നതായി NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി ആത്മവിശ്വാസം പ്രകടിപ്പിച്ചു. ഇതിനിടയിൽ UDF സ്ഥാനാർത്ഥിക്ക് പിന്തുണയുമായി സംവിധായകൻ ബ്ലസ്സിയും രംഗത്ത് വന്നു. തിരുവല്ല എന്നാൽ കഴിഞ്ഞ 20 വർഷം ഒരൊറ്റ പേര് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്, മാത്യു ടി തോമസ് MLA. ഇത്തവണ BJP അനൂപ് ആന്റണി എന്ന യുവമുഖത്തെ പരീക്ഷിക്കുന്നു. അനൂപിന്റെ സാന്നിധ്യം തെരഞ്ഞെടുപ്പിൽ എന്തു മാറ്റമാണ് ഉണ്ടാക്കുക? അനൂപ് ആരുടെ വോട്ടുകളിലേക്കാണ് കടന്നു കയറുക? വർഗീസ് മാമൻ നേട്ടം കൊയ്യുമോ? തിരുവല്ലയുടെ പൾസ് എന്തെന്നറിയാം. പിന്നിട്ട വഴിത്താരകളിൽ നിങ്ങൾ നൽകിയ ആവേശോജ്ജലമായ സ്വീകരണത്തിന് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ നാടിന്റെ പ്രിയപ്പെട്ട വനിത കടന്നു വരികയാണ്. സംശുദ്ധ രാഷ്ട്രീയത്തിന്റെ പ്രതീകമായി മാറി അഴിമതിയുടെ കരവേളാത്ത വിക്കറ്റത്തിനുടമയായി തിരുവല്ലയിലെ കുറ്റൂർ പഞ്ചായത്തിലൂടെ മാത്യു ടി തോമസ് MLA തന്റെ പ്രചരണം തുടരുകയാണ്. തിരുവല്ലയുടെ പൾസ് എന്തെന്നറിയാൻ കഴിഞ്ഞ 20 കൊല്ലം ഇവിടെ ജനപ്രതിനിധിയായിരുന്ന മാത്യു ടി തോമസിനെ തന്നെ ആദ്യം കാണണമെന്ന് തീരുമാനിക്കുകയായിരുന്നു. ഇത്തവണ എങ്ങനെയാകും തിരുവല്ല? തിരുവല്ലയിലെ ജനങ്ങൾ എന്നോടൊപ്പം തന്നെയാണെന്നാണ് എന്റെ ഉറച്ച വിശ്വാസം. കാരണം കഴിഞ്ഞ നാളുകളിൽ പ്രയാസഘട്ടങ്ങളിലൊക്കെ ഞാൻ മാത്രമാണ് അവരോടൊപ്പം ഉണ്ടായിരുന്നത്. മഹാപ്രളയം ഉണ്ടായപ്പോൾ മന്ത്രിയാണ്, എന്നാൽ പോലും അവരുടെ കൂടെ എല്ലാ വെള്ളത്തിൽ നീങ്ങാനും ബോട്ടിൽ പോകേണ്ടിടത്ത് ബോട്ടിൽ പോകാനും ഒക്കെ ഉണ്ടായിരുന്നു. കോവിഡ് കാലത്ത് കമ്മ്യൂണിറ്റി കിച്ചൺ നടപ്പാക്കാൻ, ഭക്ഷണം ഇല്ലാത്തടത്ത് ഭക്ഷണം കൊടുക്കാൻ അടക്കം നിരവധി കാര്യങ്ങൾ ഏർപ്പെട്ടതുകൊണ്ട് ജനങ്ങൾക്ക് അവരുടെ അനുഭവങ്ങൾ വലിയ തോതിൽ അവരെന്നോടൊപ്പം നിൽക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. ആ പ്രതീക്ഷയ്ക്ക് അനുസൃതമായ പ്രതികരണങ്ങളാണ് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഈ മാത്യു ടി ഒരു വൈദികന്റെ മകനായത് എപ്പോഴും ഒരു ഗുണമാണെന്ന്, അഡ്വാൻറ്റേജ് ആണെന്ന് പൊതുവെ വിലയിരുത്തപ്പെടാറുണ്ട്. അപ്പോഴത് അപ്പുറത്തുനിന്ന് UDFനും ഒരു വൈദികന്റെ മകൻ സ്ഥാനാർത്ഥിയാകുന്നു. അതെങ്ങനെയാണ്? ഈ വൈദികരുടെ മകൻ എന്ന് പറഞ്ഞാൽ എന്നെ രാഷ്ട്രീയത്തിൽ നേരിന്റെ പക്ഷത്ത് നിൽക്കാൻ വേണ്ടി, അഴിമതിരഹിതമായി പ്രവർത്തിക്കാൻ വേണ്ടി ഏറ്റവും വലിയ പ്രേരണ നൽകിയ ഒരു പിതാവിന്റെ മകനാണ്. മറുഭാഗത്ത് സ്ഥാനാർത്ഥിയെ പറ്റി ഞാനൊന്നും പറയുന്നത് ശരിയല്ലല്ലോ, അതങ്ങനെയാണ്. പക്ഷേ നല്ല രൂപത്തിലാണ് തെരഞ്ഞെടുപ്പ് പ്രചരണങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ഈ അനൂപ് ആന്റണിയുടെ സാന്നിധ്യമാണ് ചർച്ച ചെയ്യപ്പെടുന്നത്. അനൂപ് ആന്റണി കാര്യമായി വോട്ട് പിടിച്ചേക്കാം, അത് ആരെ ബാധിക്കും എന്നൊക്കെയുള്ള ചർച്ചകളാണ്. എന്താണ് മാത്യു ടിയുടെ അക്കാര്യത്തിലുള്ള ഒരു കണക്ക്? അനൂപ് ആന്റണി ആരുടെ വോട്ട്? LDFന്റെ അടിസ്ഥാന വോട്ടുകളിൽ ഒരു ചോർച്ചയുണ്ടാവില്ല കരുതി ഞങ്ങൾക്ക് യാതൊരു ശങ്കയില്ല. ഉറപ്പായിട്ടും ഇവിടെ അതിലൊന്നും മാറ്റം ഉണ്ടാവില്ല. പിന്നെ ഏത് വോട്ട് അദ്ദേഹം കൂടുതൽ പിടിക്കുകയോ പിടിച്ചാൽ ഏതാന്നുള്ളതെന്ന് എനിക്ക് പറയാൻ അറിഞ്ഞുകൂടാ. LDFന്റെ വോട്ടുകളിൽ ചോർച്ചയുണ്ടാവില്ല. ഇരുപത് കൊല്ലത്തെ ഒരു കുത്തക ഇത്തവണ അവസാനിപ്പിക്കുമോ? 20 കൊല്ലത്തെ വികസന മുരടിപ്പാണ് ഈ നാട്ടിൽ ചർച്ച. നാടിന് ശാപമോക്ഷം ഉണ്ടാവും. UDF വൻ വിജയം നേടും. എന്താണ് ആ കോൺഫിഡൻസിന് കാരണം? ഇത് ജനാധിപത്യ മുന്നണിയുടെ ഉറച്ച കോട്ടയാണ്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ UDFന് 13,000 വോട്ടിന്റെ മേൽക്കൈയാണ്. പാർലമെന്റ് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിലേക്ക് എത്തുമ്പോൾ അത് ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് സംഭവിക്കാറുള്ളത്. ഒരിക്കലുമല്ല. അത് കഴിഞ്ഞ് തദ്ദേശ സ്വയംഭരണ സ്ഥാപന തെരഞ്ഞെടുപ്പ് വന്നു. തിരുവല്ല നഗരസഭയടക്കം ഈ നിൽക്കുന്ന വാർഡടക്കം UDF വൻ വിജയം നേടി. 7,500 വോട്ടിന്റെ മേക്കൈയാണ് ഞങ്ങൾക്കുള്ളത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കേരളം ഒട്ടുക്കുള്ള UDF കൊടുങ്കാറ്റ് തിരുവല്ലയിൽ മാഞ്ഞടിക്കും. തിരുവല്ലയിലെ വികസന മുരടിപ്പിനെതിരെ വോട്ട് ജനങ്ങൾ ചെയ്യും. UDFന് ഉജ്ജ്വല വിജയം കിട്ടും. അനൂപ് ആന്റണിയുടെ ഒരു സാന്നിധ്യം ഉണ്ടല്ലോ, അതെങ്ങനെയാണ്? ഒരിക്കലുമില്ല. ഇന്ത്യയെ ജാതിയുടെ പേരിൽ, മതത്തിന്റെ പേരിൽ, വർഗത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന BJPക്ക് തിരുവല്ലക്കാർ വോട്ട് ചെയ്യില്ല. സമാധാനകാംക്ഷികളാണ്. ഇത് മതേതരത്തിന്റെയും മതസൗഹാർദ്ദത്തിന്റെയും നാടെയാണ്. ഏറ്റവും അവസാനം ന്യൂനപക്ഷങ്ങൾക്ക് വിദേശത്തിൽ നിന്ന് പണം വരുന്ന FCRയുടെ പേരിൽ അവരുടെ നിയമപരമായി ഉണ്ടാക്കുന്ന തടസ്സങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ ന്യൂനപക്ഷ പീഡനങ്ങളും ഇവിടുത്തെ ജനങ്ങൾക്കറിയാം. അതവരെ പുറത്ത് കാണിക്കുന്നില്ലെന്നേ ഉള്ളൂ. ആട്ടത്തോലിട്ട ചെന്നായിക്കുട്ടിയെ തിരിച്ചറിയാൻ തിരുവല്ലക്കാർക്കറിയാം. BJP സംസ്ഥാന ജനറൽ സെക്രട്ടറിയും തിരുവല്ല നിയോജക മണ്ഡലത്തിന്റെ NDAയുടെ സ്ഥാനാർത്ഥിയുമായ ശ്രീ അനൂപ് ആന്റണി കഥകളിയുടെ കിരീടം നൽകി സ്വീകരിക്കുന്നു. ये जो अनूप लड़ रहा है ना चुनाव आपके यहाँ, ये पिछले 5 साल से मेरे साथ काम करता है और देश भर में घूम करके चीजें खोज करके लाता है।
यानी एक प्रकार से मेरा डेडिकेटेड साथी रहा है। एक प्रकार से ऐसे कामों के लिए वो मेरा बायां हाथ बन गया है और कभी भी शायद यहां भी लोगों को पता नहीं होगा कि अनूप मेरे साथ इतने सालों से है। തിരുവല്ലയിൽ പ്രധാനമന്ത്രിയെ എത്തിച്ച ആവേശത്തിൽ തന്നെയാണ് തിരുവല്ലയിലെ NDA സ്ഥാനാർത്ഥി അനൂപ് ആന്റണി. അനൂപ് വല്ലാത്ത ആവേശമായിരിക്കും അല്ലേ? തീർച്ചയായിട്ടും ഇത്രയധികം സന്തോഷമുള്ള വേറൊരു മുഹൂർത്തമില്ല. കാരണം ഇത്രയും വലിയൊരു ഗംഭീരമായൊരു പരിപാടി നടന്നു. പ്രധാനമന്ത്രിജി നമ്മൾ റിക്വസ്റ്റ് ചെയ്തു, അദ്ദേഹം വന്നു. വലങ്കയാണെന്നാണ് പറഞ്ഞത്. അദ്ദേഹത്തിന്റെ സ്നേഹം അത് ഞാൻ എത്ര നന്ദി പറഞ്ഞാലും മതി വരില്ല. കാരണം അത്രത്തോളം അദ്ദേഹം എന്നെ ചേർത്ത് പിടിക്കുന്നു എന്നുള്ളത് സത്യം പറഞ്ഞാൽ ഞാൻ വികാരധീനനായി പോകുന്നൊരു കാര്യമാണ്. കാരണം അദ്ദേഹം എത്രത്തോളം സ്നേഹിക്കുന്നുണ്ട്. ആ സ്നേഹം തീർച്ചയായിട്ടും തിരുവല്ലയ്ക്കും ലഭിക്കും. അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. ഈ മോദി വന്നുപോയി, പ്രത്യേകിച്ച് അതുകൊണ്ടൊന്നും സംഭവിക്കില്ല എന്നാണ് ഇടത് വലത് സ്ഥാനാർത്ഥികൾ കാണുമ്പോൾ പറയുന്നത്. എന്താണ് അതിനോടുള്ള പ്രതികരണം? നോക്കൂ, ഇതിനുള്ളൊക്കെ പ്രതികരണം കൊടുക്കാൻ എനിക്ക് താല്പര്യമില്ല. കാരണം ജനങ്ങൾക്ക് മോദിയോട് താല്പര്യമുള്ളതുകൊണ്ടല്ലേ ഇത്രയും നേരം 5 മണിക്കൂർ നേരം 12 മണിക്ക് ആളുകൾ വന്നതാണ്. ഇത്രയും നേരം ഈ ഗ്രൗണ്ടിന്റെ വലിപ്പം അറിയില്ല. ഇത്രയും ആളുകൾ തടിച്ചുകൂടി. അദ്ദേഹം തന്നെ പറഞ്ഞു, അനങ്ങാതെ ഇവിടെ ഇരിക്കുകയാണ് 5-6 മണിക്കൂറായിട്ട്, വെള്ളം കുടിക്കാതെ ഭക്ഷണം കഴിക്കാതെ. അപ്പോൾ അത്രയും ആളുകൾ ഇവിടെ ഇരിക്കുമ്പോൾ അവരാരും എന്താ പറയുന്നത്, ഈ നേരത്തെ പറഞ്ഞതുപോലെ അവർക്കാർക്കും മോദിജി വന്നിരിക്കുന്ന 5 മണിക്കൂർ ഇരിക്കുന്ന വെറുതെയാണ് ഇരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേരളത്തിലെ ജനങ്ങൾ അത്ര വിഡ്ഢികളൊന്നും അല്ല അത് മനസ്സിലാക്കാൻ. തിരുവല്ലയിൽ ഒരു പൊളിറ്റിക്കൽ ചേഞ്ച് തന്നെ സംഭവിക്കുകയാണ് സ്വാഭാവികമായിട്ടും. അല്ലെങ്കിൽ ഇത്രയും വലിയൊരു പരിപാടിയും ഇത്രയും സക്സസ്ഫുൾ ആയിട്ടുള്ള പരിപാടിയും ഇത്രയധികം ജനങ്ങളുടെ ട്രാക്ഷൻ. കാരണം അദ്ദേഹം വരുന്ന വഴിയിൽ മുഴുവൻ ആളുകളായിരുന്നു. അവരാരും BJP വിളിക്കുകയോ ഒന്നും വന്നവരല്ല. അവരെല്ലാം ആളുകൾ നരേന്ദ്രമോദിയെ കാണാനുള്ള ഉത്സാഹവും ആഗ്രഹം കൊണ്ട് റോഡിൽ വന്ന് നിൽക്കുകയായിരുന്നു, വെയിലും കൊണ്ടുകൊണ്ട്. അപ്പോൾ ഇതെല്ലാം തിരുവല്ല ജനങ്ങൾ മാറ്റം ആഗ്രഹിക്കുന്ന ലക്ഷണമല്ലേ? എന്തായാലും പ്രധാനമന്ത്രി എത്തിയതോടെ വലിയ ആവേശത്തിൽ തന്നെയാണ് BJP ക്യാമ്പുള്ളത്. BJPയുടെ പ്രതീക്ഷ അങ്ങനെയാണ്. അതിനും അപ്പുറത്തേക്ക് 3 സ്ഥാനാർത്ഥികളും തിരുവല്ലയിൽ വിജയം പ്രതീക്ഷിക്കുകയാണ്. എന്താണ് തിരുവല്ലയിൽ സംഭവിക്കുന്നത് എന്നറിയാൻ മെയ് 4 വരെ കാത്തിരിക്കണം. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം G ശ്രീജിത്ത്, News 18 തിരുവല്ല. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.